നമ്മൾ കൊടുത്ത മതിപ്പും നമ്മൾ ചെയ്ത ദാനവും നമ്മൾ ചെയ്ത ദ്രോഹവും ഒരുനാൾ തിരികെ വന്ന് നമ്മൾ ചെയ്തതിനേക്കാളും ഭംഗിയായി നമുക്ക് തന്നെ തിരിച്ചു തരും എന്ന ഓർമ്മയോടെ ജീവിക്കുക. കടപ്പാടും കഷ്ടപ്പാടും തീർന്നിട്ട് ജീവിക്കാൻ ശ്രമിക്കരുത്. ജീവിക്കാൻ മറന്നുപോകും. ജീവിതത്തിൽ മോശം അവസ്ഥകൾ ഉണ്ടാവുന്നത് ചിലപ്പോൾ നല്ലതിനായിരിക്കും. കാരണം കൂടെ നിൽക്കുന്നവരിൽ പലരെയും ശരിക്കും മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും. അപമാനിച്ചവരെ കൊണ്ട് അഭിമാനം എന്ന് പറയിപ്പിക്കണം. അഹങ്കാരം എന്ന് പറഞ്ഞ് അടിച്ചമർത്തിയവർക്ക് മുമ്പിൽ അതിഗംഭീരമായി തല ഉയർത്തി നിന്ന് കാട്ടിക്കൊടുക്കണം. പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ ബഹുമാനം, സമാധാനം, അറിവ്, സമയം, സ്നേഹം, സന്തോഷകരമായ കുടുംബം എന്നിവയാണ്. മാറി നിന്ന് നമ്മളെ സത്യസന്ധമായി വെറുക്കുന്ന മനുഷ്യരെക്കാൾ ഭയക്കണം നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് സ്നേഹം അഭിനയിക്കുന്ന മനുഷ്യരെ. ജീവിതത്തിൽ ചിലപ്പോൾ തോറ്റുപോയേക്കാം, ഒറ്റപ്പെട്ടു പോയേക്കാം, അവഗണിക്കപ്പെട്ടു പോയേക്കാം. എങ്കിലും ഒന്നിനും ആരുടെയും കാലു പിടിക്കരുത്. ഔദാര്യം കൈപ്പറ്റിയാൽ അടിമത്വം അനുഭവിക്കേണ്ടി വരും. ഈ ലോകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സത്യസന്ധത ബോധിപ്പിക്കുവാൻ ഉള്ളത് സ്വന്തം മനസാക്ഷിയോട് മാത്രമാണ്. നുണകൾ കൊണ്ട് ബന്ധങ്ങൾ കെട്ടിയുറപ്പിക്കാൻ ശ്രമിക്കരുത്. എന്നെങ്കിലും ഒരിക്കൽ സത്യങ്ങൾ അറിയുമ്പോൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വെറുക്കപ്പെടും. ചില ബന്ധങ്ങൾ എല്ലാമാണെന്ന് നമ്മൾ കരുതും. പക്ഷെ ഒന്നുമല്ല എന്ന് കാലം തെളിയിക്കും. ഇങ്ങോട്ടില്ലാത്തത് അങ്ങോട്ട് നൽകുന്തോറും അത് വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ചിലതൊക്കെ മനസ്സിലാക്കി നമ്മളും മാറണം. ഒരു ആവേശത്തിന് വലിച്ചെറിഞ്ഞതൊന്നും മറ്റൊരു ആവേശത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഉപേക്ഷിക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക. തൻ്റെ ലക്ഷ്യം നിറവേറ്റണമെന്ന് ആഗ്രഹം ഉള്ളയാൾ എത്ര മോശം സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. മറ്റുള്ളവരെ സ്നേഹിക്കാൻ നാം മറന്നുപോയാൽ ജീവിതത്തിൽ നാം വെട്ടിപ്പിടിച്ച വിജയങ്ങളെല്ലാം വെറുതെയാണ്. വിജയിച്ച വ്യക്തികളെപ്പറ്റി മാത്രമല്ല, തോറ്റുപോയവരെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വിജയിക്കുവാനുള്ള മാർഗങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതിന് നമുക്ക് പ്രചോദനം നൽകും. എല്ലാം വെട്ടിത്തുറന്ന് പറയുകയും എല്ലാവരുമായും പങ്കുവെക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായി സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. സ്നേഹമെന്നാൽ മനസ്സിലാക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. മറ്റൊരാളുടെ സങ്കടവും സാഹചര്യവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റുകൂടുന്നത്. ചേർത്തു പിടിക്കാൻ കൈകൾ തന്നെ വേണമെന്നില്ല. സ്നേഹത്തോടെ പറയുന്ന ഓരോ വാക്കും ഓരോ ചേർത്തു പിടിക്കലുകളാണ്. നമുക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു കാണിക്കുമ്പോഴാണ് ജീവിതത്തിൽ വഴിത്തിരിവ് ഉണ്ടാകുന്നത്. നിങ്ങൾ ശരിയായി ജീവിതത്തെ ഗൗനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അർഹമായതെല്ലാം ജീവിതം നൽകും. ലക്ഷ്യമില്ലാതെ തൊടുക്കുന്ന അമ്പ് പോലെയാണ് ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ. ആയുധം കൊണ്ട് മുറിയുന്നത് ശരീരമാണെങ്കിൽ വാക്കുകൾ കൊണ്ട് കീറി മുറിയുന്നത് മനസ്സായിരിക്കും. വേദനിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യുന്നതിനേക്കാൾ നല്ലത് വേദനിപ്പിച്ചവരെ അവഗണിക്കുക എന്നതാണ് കൂടുതൽ ഉത്തമം.